തൈറോയ്ഡ് ഗ്രന്ഥി വളരെ ചെറുതാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ പ്രയോജനങ്ങൾ ഉള്ള ഒരു ഗ്രന്ഥിയാണ്. അതായത് അതിന്ന് വരുന്ന തൈറോക്സിൻ, ആ ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പലവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ തൈറോക്സിന്റെ പ്രവർത്തനം എപ്പോഴും ആവശ്യമുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ തൈറോയിഡിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് വലിയ ഗുരുതരമായ ലക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ അത് പൊതുവായിട്ട് എന്തൊക്കെയാണ്? അതിനെ ഇപ്പം വീക്കം വരാം, അല്ലെങ്കിൽ തൈറോക്സിൻ ഉൽപാദനം കുറയുന്ന അവസ്ഥകൾ വരാം. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ കഴുത്തിൽ വലിയ മുഴയായിട്ടൊക്കെ ആൾക്കാർ ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥകളും ഇതൊക്കെ കാണാറുണ്ട്. പിന്നെ ഈ മുഴകൾ തന്നെ ഉള്ളിലേക്ക് വളരുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പല അവസ്ഥകളും ഇതിനുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഈ തൈറോയിഡിനുണ്ടാകുന്ന തടിപ്പുകളും മുഴകളും അത് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ള പൊതുവിവരങ്ങൾ കുറെ പങ്കുവയ്ക്കാം. തൈറോയിഡ് എന്ന് പറയുന്നത് ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള വളരെ ചെറിയ ഒരു അവയവം കഴുത്തിന് മുന്നിലുള്ളതാണ്. പൊതുജനങ്ങൾക്കെല്ലാം ഒരു അറിവുള്ളതാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുഴകളെ കുറിച്ചും തടിപ്പുകളെ കുറിച്ചും പറയാം. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ്. തൈറോയ്ഡ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന തൈറോയ്ഡ് ഹോർമോൺ എന്ന് പൊതുവിൽ പറയുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഉണ്ടാക്കുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളെയും അതിന്റെ ഹോർമോണിന്റെ പ്രവർത്തനം ബാധിക്കുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കൃത്യമായ അളവിലല്ല എന്നുണ്ടെങ്കിൽ എല്ലാ അവയവത്തിന്റെ പ്രവർത്തനത്തെയും അത് സാരമായി ബാധിക്കും. ഇനി തൈറോയ്ഡിൽ മുഴകൾ വരുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല, കാരണം ചെറിയ മുഴകളായിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലും തുടക്കത്തിലൊന്നും നമ്മളത് അറിയാറില്ല. മുഴകൾ വലുതായി വലുപ്പം കൂടി നമുക്ക് പുറമേക്ക് കാണുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ കഴുത്തിലൊരു മുഴ കാണുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ മുഴയെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. തൈറോയ്ഡ് മുഴകൾ എന്തുകൊണ്ട് വരുന്നു എന്നതിന് നമുക്ക് കൃത്യമായ ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. പണ്ട് കാലത്ത് തൈറോയ്ഡ് മുഴകൾ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അയഡിൻ കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു. ഇപ്പം നമ്മുടെ ശരീരത്തിൽ അയഡിന്റെ കുറവ് എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അയഡിന്റെ ഒരു കുറവ് വരുന്നില്ല. കാരണം നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഉപ്പിലും അയഡൈസ്ഡ് സോൾട്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരിക്കലും അയഡിന്റെ കുറവ് കൊണ്ടാണ് ഇനി തൈറോയിഡ് വരുന്നത് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഒഴിവായി. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് റേഡിയേഷൻ അടിച്ചവർക്കൊക്കെ തൈറോയിഡ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അയഡിൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ നമ്മൾ ക്യാബേജ് കഴിക്കുന്നവർക്ക് കുറയുമെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ സാധാരണ കറിയിൽ കൂട്ടുന്ന ഒരു ഇച്ചിരി ക്യാബേജ് കൊണ്ടോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട പച്ചക്കറികൾ കൊണ്ടോ ഒന്നും തൈറോയിഡ് കുറയാൻ പോകുന്നില്ല. അമിതമായിട്ട് അത് കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേ നമുക്ക് തൈറോയിഡ് കുറയുന്നുള്ളൂ. നിരന്തരം കുറെ കാലമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? അതെ, അത് പക്ഷേ വളരെ അപൂർവമായിട്ടാണ് അതാണ് കാരണമെന്ന് നമുക്ക് പറയാനുള്ളത്. കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാനുള്ള ഒരു കാരണം മാത്രമാണത്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ തൈറോയിഡ് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത്? തൈറോയിഡ് സ്ത്രീകളിൽ കൂടുതൽ കാണുന്നു എന്നതിന്റെ പ്രധാന കാരണം സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോൺസ്, അതായത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അതിന്റെ റിസപ്റ്റർ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ട്. അതുകൊണ്ടാണ് തൈറോയ്ഡ് മുഴകൾ പൊതുവിൽ സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത്. നമ്മൾ ഈ തൈറോയ്ഡ് മുഴകളെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് വളർച്ചയെത്തി കഴുത്തിന് മുന്നിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നു. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് മലർന്നു കിടന്ന് കഴുത്ത് മേൽപോട്ട് പൊക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു തടസ്സം, ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തൈറോയ്ഡ് മുഴകളെ കുറിച്ച് സാധാരണയായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പൊ ഈ തൈറോയ്ഡ് മുഴകൾ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറത്ത് പ്രകടമായിട്ട് കഴുത്തിന്റെ അവിടെ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. അതല്ലാതെ ഉള്ളിലേക്ക് വളരുന്ന സാഹചര്യം ഉണ്ടല്ലോ. ഉള്ളിലേക്ക് വളരുന്ന മുഴകളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ നെഞ്ചിന്റെ പുറത്ത് നമ്മൾ കാണുന്ന ആ എല്ലിന്റെ ഉള്ളിലേക്ക്, ലങ്സിന്റെ പുറത്തേക്ക് ഭാഗത്തേക്ക് തൈറോയ്ഡ് വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ശ്വാസതടസ്സം വരാനും അതേപോലെ കഴുത്ത് മുന്നിലേക്ക് ആഞ്ഞു വെക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ തൈറോയിഡിനുണ്ടാകുന്ന മുഴകൾക്ക് നമുക്ക് ഡോക്ടർ വിവരിച്ച കുറച്ച് കാരണങ്ങൾ പറയുമ്പോൾ ഇതിൽ നമുക്ക് ജനിതക ഘടകങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യ സാധ്യതകളോ ഉണ്ടോ? ഉണ്ട്. പാരമ്പര്യ ഘടകങ്ങൾ ഒരുപാട് തൈറോയിഡിനകത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് വീട്ടിൽ നമ്മുടെ പാരന്റ്സിന് തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനും നമ്മുടെ മക്കൾക്ക് വരാനും ഒക്കെ സാഹചര്യമുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും കൃത്യമായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നോളണമെന്നില്ല. വരുന്നതിന്റെ ഒരു കാരണം പാരമ്പര്യമായിട്ട് വരുന്നതാവാം, നമുക്ക് പ്രകൃതിയിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ കൊണ്ടാവാം, നമുക്ക് റേഡിയേഷൻ കൊണ്ടാവാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പാരമ്പര്യ ഘടകം ഒരു ചെറിയ അളവ് വരെ ഉണ്ട്
എന്ന് നമുക്ക് പറയാം. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഇനി ഇത് നമുക്ക് മുഴകൾ ഉണ്ടാകുമ്പോൾ തുടക്കത്തിലെ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമോ? ഇല്ല, മുഴകൾ തുടക്കത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. കാരണം മുഴകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം നോർമലായിരിക്കും. ഹോർമോണിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങളായിട്ട് അത് പ്രകടിപ്പിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടൊരു മുഴയുണ്ട്, വേറെ നമുക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ മുഴകൾ അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ യൂഷ്വലി തൈറോയ്ഡിൽ കാണുന്ന മുഴകൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോയിറ്റർ ഇനീഷ്യലി ഒരു മുഴയായിട്ട് തുടങ്ങി, പിന്നെ പതുക്കെ അത് അതിന്റെ ചുറ്റും വീണ്ടും മുഴകൾ വന്ന് അതിന്റെ തൈറോയിഡിന്റെ മുഴകളുടെ ഇടയിലുള്ള ടിഷ്യൂ ആണ് നമുക്ക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ അത് വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അതിനെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലായിരിക്കും സാധാരണഗതിയിൽ നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ മുഴകൾ അല്ലെങ്കിൽ തടിപ്പുകൾ അവിടെ ഉണ്ടാവുന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, തൈറോയ്ഡ് ഗ്രന്ഥിയെ പൊതുവെ നമുക്ക് റൈറ്റ് ലോബ്, ലെഫ്റ്റ് ലോബ്, അതായത് വലതുവശത്തുള്ളതും ഇടതുവശത്തുള്ളതും, അതൊരു എച്ച് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും മുഴകളായിട്ട് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം പ്രകടമായ മുഴകളും ബാക്കിയുള്ള ഭാഗത്ത് പ്രകടമല്ലാത്ത ചെറിയ മുഴകളായിട്ടും വരാം. ഈ തൈറോയ്ഡിലെ മുഴകളെ നമ്മൾ ശ്രദ്ധിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴകളെ നമ്മൾ ശ്രദ്ധിക്കണം. മുഴകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതിന്റെ കാരണം എന്ത് പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റുക? തൈറോയ്ഡ് മുഴകളായിട്ട് ഒരു സർജന്റെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തു നോക്കുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ആദ്യം തൈറോയ്ഡിന്റെ ഫംഗ്ഷൻ, അതായത് ഹോർമോണിന്റെ നിലവാരം എങ്ങനെയുണ്ട്, ഹോർമോൺ കൃത്യമായ അളവിലാണോ കൂടുതലാണോ കുറവാണോ നോക്കും. അതിനാണ് നമ്മൾ TFT എന്ന് പറയുന്നത്. TFTക്കകത്ത് നമ്മൾ നോക്കുന്നത് TSH, T3, T4 തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഹോർമോണിന്റെ അളവുകൾ കൃത്യമാണ്, നോർമൽ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാന്നുള്ളതാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഈ മുഴകളുടെ അവസ്ഥ എന്താണ്, മുഴകളുടെ ഉള്ളിൽ എങ്ങനെയാണ്, എത്ര മുഴകളുണ്ട്, എന്ത് വലുപ്പമുണ്ട്, അതിൽ കൂടുതൽ മാറ്റങ്ങളുണ്ടോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മാറ്റങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടും. അതിനാണ് നമ്മൾ ടിരാഡ്സ് ഗ്രേഡിംഗ് അഥവാ തൈറോയ്ഡ് ഇമേജിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രേഡിംഗ് ആണ് ഇപ്പോൾ ലോകത്ത് ആകമാനം തൈറോയ്ഡിനെ കുറിച്ച് നോക്കുന്നത്. ഈ ഗ്രേഡിംഗ് അനുസരിച്ചാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നത്. എത്ര വരെയുണ്ട് ഗ്രേഡിംഗ്? അത് നമുക്ക് ടിരാഡ്സ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയാണ്. അതിൽ ഒന്നാമത്തെ ഗ്രേഡ് കുഴപ്പമില്ല, രണ്ടാമത്തെ ഗ്രേഡിലും പ്രശ്നങ്ങളില്ല, മൂന്നാമത്തെ ഗ്രേഡ് തൊട്ടുള്ളതിനാണ് നമ്മൾ FNAC എടുക്കണോ, അതായത് തൈറോയ്ഡിൽ കുത്തി പരിശോധിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. കോശം എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നത്. അതിൽ നമ്മൾ മൂന്നാമത്തെ, നാലാമത്തെ, 5-ാമത്തെ ഗ്രേഡുകളിൽ ആ മുഴകളുടെ വലുപ്പം അനുസരിച്ചാണ് അത് കുത്തിയെടുത്ത് പരിശോധിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. 5-ാമത്തെ ഗ്രേഡൊക്കെ ആകുമ്പോൾ 1 സെന്റിമീറ്ററിൽ മുകളിലുള്ള എല്ലാ മുഴകളും നമ്മൾ പരിശോധനയ്ക്ക് അയക്കണം. 1 സെന്റിമീറ്ററിൽ താഴെയുള്ള മുഴകൾ തൈറോയ്ഡിൽ ഉണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് അയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ്. മുഴകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ മുഴകള് ചിലത് പെട്ടെന്ന് വളരുന്നുണ്ടാവും, ചിലപ്പോൾ ചിലത് വളരെ പതിയെ വളരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു നിരീക്ഷണം ഇതിൽ നടത്തിയിട്ടാണോ പിന്നെയുള്ള അടുത്ത പടിയിലേക്ക് കടക്കുന്നത്? അല്ല, തൈറോയ്ഡ് മുഴകളുണ്ട്, മുഴകളിൽ ഈ ഗ്രേഡിംഗ് അനുസരിച്ച് നമ്മൾ അതിനെ FNAC പൊതുവെ ചെയ്യുന്നത് അൾട്രാസൗണ്ട് വെച്ച് അതിന്റെ ഗൈഡൻസിലാണ് FNAC എടുക്കുന്നത്, കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ കുത്തിയെടുത്ത് പരിശോധിക്കുന്നതിന് വീണ്ടും നമുക്കൊരു ഗ്രേഡിംഗ് ഉണ്ട്. അതിന് നമ്മളൊരു ബെത്തസ്ഡ സിസ്റ്റം ഓഫ് ഗ്രേഡിംഗ് എന്ന് പറയും. അതിൽ 1, 2, 3, 4, 5, 6 അങ്ങനെ ഒരു ഗ്രേഡിംഗ് ഉണ്ട്. ഈ ഗ്രേഡിംഗ് അനുസരിച്ചാണ് ഇതിന് ഫർദർ ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടത്. അതിൽ ഗ്രേഡിംഗ് 1 ആണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി കോശങ്ങൾ കിട്ടിയിട്ടില്ല, നമ്മൾ വീണ്ടും കുത്തിയെടുത്ത് നോക്കേണ്ടി വരും. 2 ആണെങ്കിൽ നോർമലാണ്. 3, 4 ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സംശയമുണ്ട്, അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു തീരുമാനമില്ല, ഒരു സംശയമുണ്ട്. അപ്പോൾ 3ഉം 4ഉം പറയുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ അതായത് നമുക്ക് ഈ മുഴ കാണുന്നത് വലത്തുവശത്താണെങ്കിൽ വലത്ത് ഭാഗം റിമൂവ് ചെയ്തിട്ട് അത് ഫർദർ പരിശോധനയ്ക്ക് അയച്ചിട്ട് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മോളിക്കുലാർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലയിലുള്ള ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് പക്ഷേ വളരെ വൈഡായിട്ട് നമുക്ക് അവൈലബിൾ അല്ല, പോരാതെ തന്നെ അത് കോസ്റ്റ്ലി ആണ്. അപ്പോൾ പൊതുവേ ചെയ്യുന്നത് നമ്മൾ തൈറോയ്ഡ് സർജറി ചെയ്തിട്ട് അത് പരിശോധനയ്ക്ക് അയക്കും. അതിനനുസരിച്ച് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് ബാക്കി എക്സിഷൻ ബയോപ്സി അല്ലെങ്കിൽ ഹെമി തൈറോയ്ഡക്ടമി എന്ന് പറയും. മുറിച്ചെടുത്ത ഭാഗം പരിശോധനയ്ക്ക് അയക്കുന്നത്. മുറിച്ചെടുത്ത ഭാഗം പരിശോധനയ്ക്ക് അയച്ച് അതിനകത്ത് ക്യാൻസറിൻ്റെതായ സെല്ലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭാഗം കൂടി റിമൂവ് ചെയ്യുന്ന കംപ്ലീഷൻ തൈറോയ്ഡക്ടമി എന്നുള്ള സർജറിയിലേക്ക് പോകണം, മുഴുവനായിട്ട് എടുത്ത് കളയണം. ഇനി ഇതിപ്പോൾ നമ്മൾ 3ഉം 4ന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് 5ഓ 6ഓ ആണോ എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ തൈറോയ്ഡ് പൂർണ്ണമായും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ്.
ഇനി തൈറോയ്ഡ് ക്യാൻസറിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ക്യാൻസർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ എന്നൊരു വിഭാഗത്തിലെയാണ്. പാപ്പിലറി തൈറോയ്ഡ് കാർസിനോമ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിനോട് കൂടെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വരുന്ന കഴലകൾ കൂടി നീക്കം ചെയ്യണം. കാരണം ഇത് കഴലകളിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഫോളിക്കുലാർ തൈറോയ്ഡ് കാർസിനോമയുണ്ട്. അത് എന്ന് പറയുന്നത് ബ്ലഡ് സ്ട്രീമിലൂടെ നമ്മുടെ ബ്ലഡിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൈറോയ്ഡ് ഗ്രന്ഥി മാത്രമായി റിമൂവ് ചെയ്താൽ മതി. ഇതല്ലാതെ വളരെ അപൂർവമായി കാണുന്ന ബാക്കി ക്യാൻസറുകളുണ്ട്. മെഡുലറി കാർസിനോമ അല്ലെങ്കിൽ അനാപ്ലാസ്റ്റിക് കാർസിനോമ, ലിംഫോമ തുടർന്നുള്ളതുണ്ട്. അത് പക്ഷേ വളരെ കോമൺ ആയി കാണുന്നതല്ല, വളരെ ചെറിയൊരു ശതമാനമേ കാണുന്നുള്ളൂ. ലിംഫ് ഗ്രന്ഥികളെയൊക്കെ ബാധിച്ച് ഒരു വ്യക്തിയിൽ തൈറോയിഡിന്റെ തടിപ്പുകൾക്ക് അതിന് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഇതെങ്ങനെയാണ് ഇത് എടുത്തു കളയുന്നത്? പണ്ടൊക്കെ നമ്മൾ കഴുത്തിൽ അവിടെ മുറിവുണ്ടാക്കി ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇന്ന് ശസ്ത്രക്രിയാ രീതികൾ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം മുറിവ് കാണാത്ത രീതിയിലുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ ശസ്ത്രക്രിയ അല്ലാതെ തന്നെ വേറെ ചില മാർഗങ്ങൾ, ഇങ്ങനെ പല രീതിയിലുണ്ടല്ലോ. തൈറോയ്ഡ് എടുത്തു കളയുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തു വരുന്ന രീതി എന്ന് പറയുന്നത് കഴുത്തിൽ മുറിവുണ്ടാക്കി അത് എടുത്തു കളയുക എന്നുള്ളതാണ്. കഴുത്തിൽ നമുക്ക് നോർമലി വരുന്ന ചുളിവുകളുണ്ട്. അപ്പൊ ആ ചുളിവുകളിൽ നമ്മൾ ഇൻസിഷൻ ഇട്ടിട്ടാണ് മുറിവുണ്ടാക്കി എടുക്കുന്നത്. മുറിവ് കാണാതിരിക്കുന്ന രീതിയിൽ കഴുത്ത് മടങ്ങുമ്പോൾ ആ ചുളിവിന്റെ ഇടയിൽ. അതെ. അപ്പൊ ക്യാൻസർ സർജറി ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതല്ല നമ്മൾ ഫർദർ അഡ്വാൻസ്ഡ് സ്റ്റേജുകളിലേക്ക് നമുക്ക് സർജിക്കലായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചികിത്സയുടെ പുരോഗതിയിൽ എന്തൊക്കെയുണ്ട് എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആ കഴുത്തിന്റെ ഇടുന്ന മുറിവിന്റെ വലുപ്പം കുറച്ച് മിനിമൽ ഇൻവേസീവ് സർജറികളുണ്ട്. ചെറിയ താക്കോൽ ദ്വാരം പോലെയുള്ള സർജറികൾ. താക്കോൽ ദ്വാരത്തിൽ തന്നെ നമുക്ക് പല വെറൈറ്റികളുണ്ട്. അപ്പൊ കഴുത്തിന്റെ മുകളിൽ തന്നെ ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ വീഡിയോ അസിസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു തൈറോയ്ഡക്ടമി എന്ന് പറഞ്ഞ സർജറി ഉണ്ട്. ഉൾവശം നമ്മൾ കണ്ടു ചെയ്യുന്നത്. അതല്ല, കഴുത്തിൽ കംപ്ലീറ്റ്ലി ഒരു മുറിവ് ഉണ്ടാക്കാതെ നമ്മുടെ മാറിടത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആക്സിലയുടെ അതിൽ കൂടെ നമ്മൾ പോർട്ടുകൾ, കക്ഷത്തിൽ കൂടെയൊക്കെ പോർട്ടുകൾ ഇട്ട് നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക്കലി ചെയ്യുന്ന രീതിയിലുള്ള സർജറികളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പുറത്ത് നമ്മുടെ ശരീരത്തിൽ പുറത്ത് എവിടെയും മുറിവുണ്ടാക്കാതെ വായുടെ ഉള്ളിൽ മുറിവുണ്ടാക്കി ചെയ്യുന്ന ഓറൽ തൈറോയ്ഡക്ടമി എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്മെന്റും ഉണ്ട്. പക്ഷേ എല്ലാ തൈറോയിഡിനും നമുക്ക് ഈ സർജറികൾ അവലംബിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം തൈറോയ്ഡ് ഒത്തിരി വലുപ്പ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. വലിയ മുഴകളാണെങ്കിൽ എടുക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിൽ നമ്മളിത് ചെയ്യുന്നില്ല. തൈറോയ്ഡ് ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ കഴുത്തിൽ മുറിവുണ്ടാക്കി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വേറെ ഒരു സ്ഥലത്തേക്കും അതിൻ്റെ ഒരു സ്പ്രെഡ് കാര്യങ്ങൾ ഇതൊന്നും വരാൻ പാടില്ല. അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ടുള്ളത്. തൈറോയിഡില് മുഴകൾ ക്യാൻസർ ആകാൻ സാധ്യതകളും അല്ലാത്തതുമായിട്ട് നിർദോഷിയായിട്ടുള്ള മുഴകളും രണ്ടും ഉണ്ടാവില്ലേ? ഉണ്ട്. ഇപ്പൊ നിർദോഷമായ നമ്മൾ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. ഈ മൾട്ടി നോഡുലാർ ഗോയിറ്റർ വരുന്ന എല്ലാവർക്കും സർജറി ആവശ്യമാണ്. അതാണ് പൊതുവെ ഒന്നിൽ കൂടുതൽ മുഴകളുള്ള അല്ലെങ്കിൽ ഒരു മുഴ നല്ല വലുപ്പത്തിലുള്ള ഒരു മുഴയുള്ള ഒരു പേഷ്യന്റ്, അങ്ങനെ ഒരാൾക്ക് നമുക്ക് സർജറി വേണോ വേണ്ടയോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പൊ അതിന് നമുക്ക് ചില ക്രൈറ്റീരിയകളുണ്ട്. അതായത് ആ മുഴകൾ ഒത്തിരി വലുപ്പം കൂടി നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ നിർബന്ധമായും എടുത്തു മാറ്റണം. അതല്ല, അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ള മുഴകളാണെന്ന് നമുക്ക് തോന്നിയാലും നമ്മളത് എടുത്തു മാറ്റണം. മൂന്നാമതായിട്ട് ഇത് എടുത്തു മാറ്റാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമുക്ക് കഴുത്തിന്റെ മുന്നിൽ വലിയൊരു മുഴയായി കാണുമ്പോൾ ഉള്ളൊരു ഭംഗി കുറവ്, നമുക്ക് കോസ്മെറ്റിക് റീസൺസ് എന്ന് പറയും. ഭംഗിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മുഴകൾ എടുത്തു മാറ്റാം. ഈ മുഴ എടുത്തു മാറ്റുന്നത് പണ്ട് ആൾക്കാർ ഭയന്നിരുന്നത് ശബ്ദം നഷ്ടപ്പെടുക അല്ലെങ്കിൽ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ചില ശ്വാസനാളത്തിനോ അന്നനാളത്തിനൊക്കെ പരിക്ക് പറ്റി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള. ഇന്നത്തെ ഈ ശസ്ത്രക്രിയാ രീതിയിൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ബേസിക്കലി അന്നനാളത്തിന് പരിക്ക് പറ്റുക അല്ലെങ്കിൽ അവിടെയുള്ള നെർവുകൾക്ക്, നാഡികൾക്ക് പരിക്ക് പറ്റുക എന്ന് പറയുന്നത് തൈറോയ്ഡ് ഇരിക്കുന്നതിന്റെ തൊട്ട് പുറകിലായിട്ടാണ് നമുക്ക് നമ്മുടെ ശ്വാസനാളി അഥവാ ട്രക്കിയ ഉള്ളത്. ഈ ട്രക്കിയയുടെ രണ്ട് സൈഡിലായിട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ജോഡി നാഡികളുണ്ട്. നമ്മൾ അതിനെ എക്സ്റ്റേണൽ ലാരിഞ്ചൽ അല്ലെങ്കിൽ റിക്കറൽ ലാരിഞ്ചൽ എന്ന് പറയുന്ന ഈ രണ്ട് പേരുണ്ട്. നമുക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട് അതിൽ റിക്കറൽ ലാരിഞ്ചൽ നെർവ് ആണ് നമുക്ക് ശബ്ദം കൂടുതലായിട്ട് നമ്മുടെ മസിലുകളെ കൺട്രാക്ട് ചെയ്ത് ശബ്ദം തരുന്നത്, ചുരുങ്ങി വീണ്ടും വികസിച്ച് അങ്ങനെ വരുന്നത്. വോക്കൽ കോഡിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ റിക്കറൽ ലാരിഞ്ചൽ നെർവാണ്. എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവാണ് നമ്മുടെ സൗണ്ടിന് പിച്ച് തരുന്നത്. ഇപ്പൊ നമ്മളൊരു ഹൈ പിച്ചിൽ സംസാരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ടീച്ചറാണ്, ഒത്തിരി ഒച്ചയെടുക്കുന്ന വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പിച്ച് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലാരിഞ്ചൽ നെർവാണ്.
ഇതുകൂടാതെ തൈറോയിഡിന്റെ പുറകിലായിട്ട് നമുക്ക് പാരാതൈറോയിഡ് എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികളെയും ഈ നെർവുകളെയും നമ്മൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് വേണം തൈറോയിഡ് സർജറി ചെയ്യാനായിട്ട്. ചില കേസുകളിൽ, അതായത് ഈ നെർവുകളിലേക്ക് ക്യാൻസർ പടരുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് അതിനെ മുറിച്ചു കളയേണ്ട ഒരു സാഹചര്യം വരുള്ളൂ. അതല്ലാതെയുള്ള എല്ലാ കേസുകളിലും നമ്മൾ ഈ നെർവുകൾക്കും ഈ പാരാതൈറോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥികൾക്കും ഒരു കുഴപ്പം സംഭവിക്കാത്ത രീതിയിൽ വേണം സർജറി ചെയ്യാനായിട്ട്. അത് അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അതല്ലാതെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഈ രക്തസ്രാവം വരുമ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ കട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഇന്ന് പക്ഷേ നമ്മുടെ സർജറികൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് രക്തസ്രാവത്തെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ ഒരു മാർഗങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ എത്ര നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ പറ്റുമോ അത്ര മാക്സിമം സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോളിസി. ഡോക്ടർ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ തൈറോയ്ഡ് നമ്മളൊരു തടിപ്പോ മുഴയൊക്കെ ഉണ്ടെങ്കിൽ അത് തൈറോയിഡിന്റെ 2 ഭാഗങ്ങളുള്ളതിൽ, അതായത് ഒരു ചിത്രശലഭത്തിന്റെ നോക്കുകയാണെങ്കിൽ ഇടത് ഭാഗമോ വലത് ഭാഗമോ ആകാം എന്ന് പറഞ്ഞു. അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം നീക്കം ചെയ്യുമ്പോൾ അത് നിർദോഷിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മറുഭാഗം, അതായത് അതിന്റെ തൈറോയിഡിന്റെ ഒരു വശം മാത്രം നിലനിർത്തുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം കൂടുതലായിട്ടുണ്ടോ? അത് 2 രീതിയിലുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ തോന്നുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം മാത്രം റിമൂവ് ചെയ്തുകൊണ്ട് മറ്റേ സൈഡ് കീപ്പ് ചെയ്യാം. അപ്പോൾ തൈറോയ്ഡ് ഒരു പകുതി ഉണ്ടെങ്കിലും തൈറോയ്ഡ് ഹോർമോൺ ഒരു പരിധി വരെ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള തൈറോയ്ഡ് ഹോർമോൺ നമുക്ക് ശരീരത്തിന് എത്ര ആവശ്യമുണ്ടോ അതിൽ ബാക്കിയുള്ള തൈറോയ്ഡ് ഹോർമോൺ മാത്രമേ നമുക്ക് ഗുളികളിലൂടെ കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അതല്ല, ഒരു ഇച്ചിരിയും കൂടി നമുക്ക് പ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു സൈഡ് മാത്രം സംരക്ഷിച്ചുകൊണ്ട് വെക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അപ്പുറത്തെ വശത്തും സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ മുഴകളായി വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പൂർണ്ണമായും എടുത്തു മാറ്റി തൈറോയിഡിന്റെ ഹോർമോണിൻ്റെതായ ഒരു ഗുളിക കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ തൈറോയ്ഡ് അപ്പോൾ പകുതി മാത്രം ഇരുന്നത് കൊണ്ട് അയാൾക്ക് മരുന്ന് കഴിക്കേണ്ടെന്ന് ഉള്ള അങ്ങനെ ഒരു സാഹചര്യം വളരെ കുറവാണ്. കാരണം പകുതി മാത്രം ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ചെറിയ ഡോസിൽ നമ്മൾ വീണ്ടും സപ്ലിമെന്റ് ചെയ്യേണ്ട വന്നേക്കാം, തൈറോക്സിൻ കൊടുക്കേണ്ട വന്നേക്കാം. പൂർണ്ണമായിട്ടും എടുത്ത് കളഞ്ഞ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം തന്നെ, നമുക്ക് ഈ തൈറോയിഡിന്റെ പ്രവർത്തനം ഇപ്പോൾ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞ പോലെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ പോലും തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രയോജനപ്രദമാണ്, അല്ലെങ്കിൽ അത് അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ തൈറോക്സിന്റെ, അതായത് പുറമേ നിന്ന് കൊടുക്കുന്ന ഈ ഗുളിക ഉപയോഗിച്ച് ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുണം കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുണം കിട്ടും. നമ്മുടെ ശരീരം തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തൈറോക്സിൻ ഉണ്ടാക്കുന്ന അതേ കണ്ടന്റ് വരുന്ന ഗുളികകളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു തൈറോയ്ഡ് ഹോർമോൺ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേ പ്രവർത്തനം തന്നെയാണ് ഈ ഗുളിക കഴിക്കുന്നതിലൂടെയും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തൈറോയ്ഡ് സർജറി എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ടതായ ഒരു കാര്യമേ അല്ല. തൈറോയ്ഡ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഗുളികകൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗുളിക കഴിക്കുക എന്ന് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണ പോലെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. കാലാകാലങ്ങളിലെ ഒരു പരിശോധനകളും മറ്റുമൊക്കെ നടത്തേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ തൈറോയ്ഡ് എടുത്തു കളയുമ്പോൾ തൈറോയ്ഡ് എടുത്ത് കളയുന്നതിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ക്യാൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ഹോർമോണിന്റെ അളവുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാകത്തിന് ഗുളികകൾ കഴിക്കേണ്ടി വരും. 100 മൈക്രോഗ്രാം അല്ലെങ്കിൽ 125 മൈക്രോഗ്രാം ആണ് സാധാരണഗതിയിൽ കഴിക്കേണ്ടി വരുന്ന ഗുളികകൾ. അതല്ല, തൈറോയ്ഡ് നമ്മൾ സർജറി കഴിഞ്ഞ് ബയോപ്സി എടുക്കുന്ന ആ ഒരു ടിഷ്യൂവിനകത്ത് ക്യാൻസറിൻ്റെതായ സെല്ലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത എല്ലാവർക്കും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യം. നമ്മുടെ ശരീരത്തിൽ വരാവുന്ന ക്യാൻസറുകളിൽ വെച്ച് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. കാരണം തൈറോയ്ഡ് ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. നമ്മൾ ബാക്കി ക്യാൻസറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, അങ്ങനെ ഒത്തിരി പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകണം. പക്ഷേ തൈറോയ്ഡ് ക്യാൻസർ അങ്ങനെയല്ല. തൈറോയ്ഡ് ക്യാൻസറിൽ നമുക്ക് വരുന്ന ഒരുവിധം എല്ലാ ക്യാൻസറുകളും, ഞാൻ എപ്പോഴും പറയുന്നതിനകത്ത് ചെറിയൊരു ശതമാനം പ്രശ്നമുള്ള ക്യാൻസറുകളുണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്യാൻസറുകളിലും നമ്മൾ തൈറോയ്ഡ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും. അത് ചെക്ക് ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ TSH എന്ന് പറയുന്ന തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ, അത് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ, അതിന്റെ അളവ് ഒരു 30 കൂടുതൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളത് വീണ്ടും ഒരു റേഡിയോ അയഡിൻ സ്കാനിങ് എന്ന് പറയും. അതായത് ഒരു റേഡിയോ അയഡിൻ ചേർത്ത ഒരു മരുന്ന് കൂടി
കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു സ്കാനിങ് ചെയ്ത് നോക്കുകയാണ്. ഈ തൈറോയിഡിന്റെ അംശങ്ങൾ കഴുത്തിലോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ, നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, അത് വേറെ എവിടെയെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ കഴുത്തിൽ ചെറിയ രീതിയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടിയ അളവിൽ റേഡിയോ അയോഡിൻ കുടിക്കുക, എന്നിട്ട് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാണ്ട് ഒരുവിധം തൈറോയ്ഡ് ക്യാൻസറുകൾക്ക് ഒന്നിന് നമ്മൾ കീമോതെറാപ്പി എടുക്കേണ്ടതൊന്നും വരുന്നില്ല. റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന തൈറോയിഡിന് ചെയ്യേണ്ട ആവശ്യം വരാറേയില്ല. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് ഏറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയും തൈറോയ്ഡ് ക്യാൻസറിലുണ്ട്. തീർച്ചയായും. പിന്നെ തൈറോയിഡിനുണ്ടാകുന്ന തടിപ്പുകളെല്ലാം തന്നെ ക്യാൻസർ ആവണമെന്നില്ല. ഇല്ല, വളരെ ചെറിയൊരു ശതമാനം തടിപ്പുകളെ ക്യാൻസർ ആകുന്നുള്ളൂ. ബാക്കി ഭൂരിഭാഗം തടിപ്പുകളും നമ്മൾ ഈ മൾട്ടിനോഡുലർ ഗോയിറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട തടിപ്പുകളാണ്. അപ്പോൾ അതിന്റെ ചികിത്സ ഇന്ന് വളരെ പുരോഗമിച്ച അവസ്ഥയിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പണ്ട് പേടിച്ചിരുന്നത് പോലെ നമുക്ക് നെർവിന് ഇഞ്ചുറി വരുമോ, നമ്മുടെ ശബ്ദം മാറുമോ, കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമോ, അങ്ങനെ പേടിച്ചിരുന്ന് നമ്മൾ ചികിത്സിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. കാരണം ചികിത്സ വേണ്ടതിന് കൃത്യമായ ചികിത്സ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇന്ന് നമ്മുടെ ചികിത്സാ വിഭാഗം വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. സങ്കീർണത കുറവാണ്. കോംപ്ലിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 1%, 2% ഒക്കെയാണ് വളരെ മാക്സിമം കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ തൈറോയിഡിനുണ്ടാകുന്ന തടിപ്പുകളും മുഴകളും കൃത്യസമയത്ത് കണ്ടുപിടിച്ച് കൃത്യമായ ഒരു ചികിത്സ, അതെ, കൃത്യമായിട്ട് നമ്മൾ അതിന് വിലയിരുത്തണം. അതായത് നമ്മളൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതിന് പകരം അത് കൃത്യമായിട്ടൊരു സർജനെ കാണിച്ചുകൊണ്ട് അതെന്താണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എല്ലാ മുഴകൾക്കും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ മുഴകളാണ്, പ്രശ്നമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പിൽ വെച്ചാൽ മതി. അതല്ല പ്രശ്നമുള്ള മുഴകളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സർജറി ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതിനെ അവഗണിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തൈറോയിഡിനുണ്ടാകുന്ന തടിപ്പുകളെ കുറിച്ചും മുഴകളെ കുറിച്ചും വളരെ നല്ല ഒരു വിവരണമാണ് ഡോക്ടർ നൽകിയത്. ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു.